ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ജാതിക്ക അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ അറിയോ, ജാതിക്കയുടെ ഞാൻ വലിയ ജാതിക്കയൊക്കെ പറിച്ച് വെക്കുമ്പോഴേ വലിച്ചപ്പോൾ ഒരു ചെറിയ കൊമ്പ് ഒടിഞ്ഞു പോയി. അപ്പോൾ അതിൽ കുഞ്ഞു ജാതിക്കയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഷമമായി. എന്നാലും മൂക്കാത്ത ജാതിക്ക ആയതുകൊണ്ടേ തൊണ്ടൊന്നും കളയാതെ നേരിട്ട് അങ്ങനെ തന്നെ അരിഞ്ഞിട്ട് അച്ചാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മൂത്ത ജാതിക്ക ആകുമ്പോൾ അതിൻ്റെ തൊണ്ടിന് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ തൊണ്ടൊന്ന് ചെത്തിയിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. ഇതിപ്പോൾ വെറുതെ പിഞ്ചല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ വേഗം അതിന് കുറച്ചെടുത്തിട്ട് അച്ചാറുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഇത് കണ്ടില്ല, ചെറുതും വലുതായിട്ടുള്ള ജാതിക്ക. ഇതിൽ ചെറുത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, വലുതൊന്നും എടുക്കണില്ല. വലുത് ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. ആകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് തൊണ്ടൊക്കെ കളയാതെ കഴുകി നന്നായിട്ട് അരിഞ്ഞ് ഇതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ അച്ചാറുണ്ടാക്കുന്നുള്ളൂ. അതിന് കറുത്ത ഒരു കളറൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാട്ടോ ഉപ്പിട്ടത്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 2 സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ച് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കി കടുക്, ഉലുവ, കായൊക്കെ വറുത്ത് പിന്നെ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്കയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ശരിക്കും വഴറ്റണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. മുളക് പൊടി ഞാൻ എരിവുള്ളതും എരിവ് കുറഞ്ഞ കാശ്മീരി മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 4-5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കാരണം ഇപ്പോൾ പച്ചയായിട്ടിരിക്കുകയല്ലേ. ഏകദേശം ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കടുക്, ഉലുവയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, നല്ലതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വഴറ്റി അതൊന്ന് വെന്ത് വരണം, അതിന് വേണ്ടിയാണ്. ഇതിപ്പോൾ ഞാൻ കുറേ സമയം എടുക്കണില്ല. അതിന് വേണ്ടി ഞാൻ വേഗം വെന്ത് കിട്ടാൻ വേണ്ടി ആ വെള്ളവും വിനാഗിരിയും കൂടി തിളപ്പിച്ച് വെച്ചിരുന്നില്ലേ, അതും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ കേട്ടോ. ഏകദേശം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം എണ്ണയിൽ നമ്മൾ കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞതല്ലേ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. അങ്ങനെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ആ ചട്ടിയുടെ ചൂടിൽ ഒന്നും കൂടി പറ്റും കേട്ടോ. പിന്നെ കുറച്ചും കൂടി കറിവേപ്പില വേണമെങ്കിൽ മണത്തിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ജാതിക്ക അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു. ശരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. മാങ്ങയുടെ പുളിയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അല്ലേ.